ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഇന്നത്തെ പരിപാടി ഉച്ചക്കലത്തേക്ക് അയിലക്കറിയാണ്. അയില വാങ്ങിച്ചുകൊണ്ട് വന്നു, അതങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അത് രണ്ടായിട്ട് മൂന്നായിട്ടൊക്കെ അരിയ. 1 കിലോ അയില ഇവിടെ ഭയങ്കര വിലയാണ്. 350 ചോദിച്ച് 340 1 കിലോ. നല്ല ഇല്ല, പെട്ടെന്നല്ല, നല്ല ഫ്രഷ് അരിയാണ് ഇല്ല. വറക്കാൻ ലൈൻ ഇടുവാണ് അതിലൂടെ മേലെ ഉണ്ടോ. എല്ലാം മറക്കുന്നില്ല. ഓക്കെ, കറി വറക്കാൻ 3 പീസ് ബാലൻസ് വന്നിട്ട് നമ്മൾ കറി വയ്ക്കും. നല്ല കഴിവാണ്, നല്ല ഫ്രഷ് അയിലാണ്. ഓക്കെ, നല്ല പഴപടേ ഉണ്ടോ. അത് നല്ല ഒന്നാന്തരം ഉപ്പൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകി ശരിയാക്കണം. ഫസ്റ്റ് വെള്ളത്തിൽ കഴുകാം. ഉപ്പൊക്കെ ഇട്ട് കഴുകിയെന്ന് ഒന്നുകൂടെ ഫൈനലി 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി ഇതൊക്കെല്ലാം പോകണ്ടത് ഒന്നുകൂടെ നീറ്റാണ്. ഉപ്പൊക്കെ ഇട്ട് കഴുകി അപ്പോൾ നമ്മൾ മൺചട്ടിയിലോട്ട് അതെല്ലാം പറക്കി ഇടുക. കറിക്കുള്ളത് ഇതിലോട്ട് ഇടുക. അത് വാക്കാൻ 3 പീസ്. ബാക്കി പുറകിൽ. കൂട്ടുകാരെ കണ്ടോ, ഇഞ്ചി 1 പീസ് അരിയുന്നു. ഇഞ്ചി 1 പീസ് അരിയുന്നു. പച്ചമുളക്, കരിയാപ്പില, സവാള വേണ്ട. ഇഞ്ചി ചെറുതായിട്ട് അരിയണം. ഓ, അയില പച്ചക്കറി. അയില പച്ചക്കറി എന്ന് വെച്ചാൽ തേങ്ങ അരച്ച് പച്ചക്കറി. നമ്മുടെ നാട്ടിലെല്ലാവരും ചെയ്യുന്നതാണ് പച്ചക്കറി. ഇതാണ് കറിക്കുള്ള മീൻ. പച്ചക്കറി, സവാള, പച്ചമുളക്, ഇഞ്ചി, ഇത് കരിയാപ്പില. ഇഞ്ചി നല്ലതാ. ഇഞ്ചി ഏറ്റവും നല്ലതാ. അതൊരു ഔഷധമല്ലേ കഴിച്ച്. പനി വന്ന് കോൾഡ് വന്ന് എന്ത് വന്നാലും ഉപയോഗമുണ്ട്. ചുക്ക് ഉപയോഗമുണ്ട്. നീട്ടമായിട്ടുള്ള നാര. പക്ഷെ അത് വിളഞ്ഞുകൊണ്ടായിരിക്കാം നാര ഇങ്ങനെ. വിളവ് കുറവാണെങ്കിൽ ഈ നാര് വരില്ല. നല്ല മണമുണ്ട്, സൂപ്പർ മണം. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ്, അതായത് പച്ചമസാലകൾ. പറഞ്ഞോ
ആ എത്ര സ്പൂൺ ഇട്ട്? 1.5 സ്പൂൺ മല്ലി പൗഡർ, കൊറിയൻഡർ പൗഡർ 1.5 സ്പൂൺ, കാശ്മീർ ചില്ലി പൗഡർ 2 സ്പൂൺ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാം മീനകത്തോട്ടം ഇട്ടു. സവാള ചിലർ ചേർക്കത്തില്ല, പക്ഷെ നമ്മുടെ സവാള ചേർക്കുന്നു ശകലം. ഇഞ്ചിയും പച്ചമുളകും പിന്നെ കരിയാപ്പല അത് ഇട്ടു. എന്നിട്ട് വേറെ എന്താ? കുടംപുളി, കുടംപുളി നല്ല 1.5 പുളി അതങ്ങോട്ട് ഇട്ടു. അതിന് ചാറും ഒഴിച്ചു. ആവശ്യത്തിന് പൊടിയുപ്പ് ചേർക്കുന്നു. ചേർത്തു. പാകത്തിന് ഇച്ചിരി വെള്ളം ഒഴിക്കുന്നു. പക്ഷേ ഇത് സാധനം എന്താണെന്നറിയാം, തേങ്ങ പച്ചക്ക് അരച്ച് എന്ന് വെച്ചാൽ പച്ചക്കറി എന്ന് പറയും, അയില പച്ചക്കറി അങ്ങനെ പറയാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ആ ചട്ടി അടപ്പേ വെച്ചു വെച്ചു. ഇപ്പോൾ റെഡ് കളറിലിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കളർ മാറും. എന്താ പറയുക, നമ്മൾ തേങ്ങ മുറി ചേർക്കും അരച്ച്. ഇച്ചിരി കൂടെ വെള്ളം ചേർക്കും. വെള്ളം ഓക്കെ. അപ്പം ഈ സാധനം നമ്മുടെ ഇരുന്ന് വേകട്ടെ. അടുപ്പിലിരുന്ന് വേകട്ടെ. അതിനെ അടക്കുക. കാര്യം ഓക്കെ. അടുത്ത പരിപാടി തേങ്ങ തിരുമാൻ പോവാണ്. ഈ കറിക്ക് വേണ്ടിയ തേങ്ങ കരുത്തി തേങ്ങ തിരുമ. എത്രയാ തേങ്ങ എടുക്കുന്നത്? ഒരു അരമുറി എടുക്കും. കൂട്ടുകാരെ, അപ്പം നമ്മൾ ഈ തേങ്ങ എന്ന് പറയുന്ന ഒരു തേങ്ങയുടെ പകുതി അരമുറി എടുത്തിട്ട് തിരുമ്മാണ്. നല്ല അടിപൊളി ടേസ്റ്റ് അയിലക്കറി ആയിരിക്കും, നല്ലതായിരിക്കും. എല്ലാവരും വറുത്തരച്ച് ഞങ്ങൾ പച്ചക്ക് അരിക്കും. പല രീതിയിൽ ചെയ്യാം, പല ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അത് വേറെ കാര്യം. അപ്പോൾ അരമുറി തേങ്ങ തിരികെ കഴിഞ്ഞു. വെളുപ്പിരിക്കുന്നു. തേങ്ങ കഴുകി കഴിഞ്ഞ് മറ്റേ നമ്മുടെ അയിലക്കറി അടുത്ത് ഇരിപ്പുണ്ട്. അത് തിളയ്ക്കണം. അതിനെ അരയ്ക്കാനുള്ള പരിപാടിയാണ്. തേങ്ങ ചേർക്കുന്നു. ജാറിലോട്ട് ഇടുവാണ് തേങ്ങ. ജാറിലോട്ട് ഇട്ടു.
ശക്കലം വെള്ളം അതിൽ ആഡ് ചെയ്യുക. ശക്കലം അടച്ചു ഇപ്പം മിക്സിയിലോട്ട് വയ്ക്കുക. വേറെ ഇപ്പം നമ്മൾ ആ 3 പീസ് വറക്കാനായിട്ട് വരിഞ്ഞ് വെച്ചില്ലേ ഇല്ല, അതിനകത്ത് കുരുമുളക് പൊടി ഇട്ടു, അടുത്തത് മഞ്ഞൾപ്പൊടി ഇടും. അപ്പം മസാല പുരട്ടി വെച്ചിരുന്നു, കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ വറുത്തു. അടുത്തത് മുളക് പൊടി ഇടുന്നു, കാശ്മീർ ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ അത് ഇട്ടു. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 3 ഇട്ടു. അടുത്തത് ശകലം വിനീഗർ ഒഴിക്കുകയാണ്. ശരി, ഒരു 1/4 ടീസ്പൂൺ ശരി. പുളിയല്ലേ, വിനീഗർ എന്ന് പറയുന്ന പുളിയാ. അപ്പം അത് ചേർത്തു. ഇനി അടുത്ത പരിപാടി ഉപ്പ്. ഇച്ചിരി മതി. അപ്പോൾ ഉപ്പിട്ടു. ഇനി മസാല അങ്ങ് ഇളക്കണം. ആ 3 വിസിലോട്ട് മസാല എല്ലാം കൂടെ വരിഞ്ഞതിൻ്റെ ഇടയിൽ കയറ്റി അത് ശരിയാക്കും. അടിപൊളി. അപ്പോൾ ഇത് കുറച്ച് നേരം വയ്ക്കണം. നമ്മുടെ കറി അങ്ങനെ തിളച്ചോണ്ടിരിക്കുക അടുപ്പിൽ. അതാ തിളച്ച് ഗൈസ്, എന്താ അടപ്പ് തുറന്നപ്പോൾ തിളച്ചു.
അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് അതിലോട്ടങ്ങ് ചേർത്ത്. തേങ്ങ അതിലോട്ടങ്ങ് ചേർത്ത്. അടിപൊളി. അപ്പം നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കുവാണ്. കണ്ടോ? അപ്പോൾ കളർ ചേഞ്ച് ഉണ്ടോ ഗൈസ്? ചുവപ്പെല്ലാം മാറി കളർ വ്യത്യാസമായി. ഉണ്ടാവും തേങ്ങ മേലെ അങ്ങോട്ട് ഇട്ടപ്പോ സൂപ്പർ. ഇനി ഒന്നുകൂടെ തിളക്കണം ഇല്ലേ? വേഗട്ടെ. ബാക്കി പൊറോട്ടി കാണിക്കാം. അത്യാവശ്യം തീ കുറച്ചിട്ട് കരിയാപ്പല മേലെ ഒരിച്ചിരി വെളിച്ചെണ്ണ വെന്തോ? അങ്ങനെ നമ്മളെ പച്ചക്കറി, അതിലെ പച്ചക്കറി തേങ്ങ പച്ചക്കരച്ച് കണ്ടോ? എന്താ കളറൊക്കെ ചേഞ്ച്, നല്ല മസാല, നല്ല മണവും വരുന്നുണ്ട്. വെളിച്ചെണ്ണ അതിന് മേലെ ഒഴിച്ചു, കരിവേപ്പില ഇട്ടു, വീണ്ടും നല്ല മണവും ഉണ്ട്, ഒക്കെ വരുന്നുണ്ട്. എല്ലാം കറക്റ്റുണ്ട്. ടേസ്റ്റ് ചാറ് കൊടുക്കും. കഷ്ണം വേണ്ട, കഷ്ണം തരുന്നില്ല. ഞാൻ ചാറ് മാത്രം ടേസ്റ്റ് നോക്കാം. ഉപ്പും പുളിയും എരിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ശരി. നല്ല ടേസ്റ്റ്, സൂപ്പർ. സൂപ്പറാണ്. ഉപ്പും പുളിയും എരിയും എല്ലാം കറക്റ്റാണ്, ഒന്നും പറയാനില്ല. 100 മാർക്ക്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കാം. അതിലെ പച്ചക്കറി എളുപ്പമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. കണ്ടാ കഷ്ണങ്ങളുണ്ട്, നല്ല ടേസ്റ്റാണ്. അല്ല ഒന്നാമത് ചോറും ഇന്ന് ചോറല്ല, ഞങ്ങള് ചോറ് കഴിക്കുന്നില്ല. ഞങ്ങള് റാഗി മുത്ത, റാഗി പോളിഷ് ചെയ്ത് എന്റെ കൂടെ ഊട്ടി അങ്ങ് തിന്നു. ഇവിടെ കർണാടകയിലെ റാഗി ബോൾ. ഓക്കെ നിങ്ങൾ കാണുക, നിങ്ങൾ ചെയ്യുന്നത് റാഗി ബോൾ എങ്ങനെ ചെയ്യുന്ന ഉടനെ പുറയിൽ വരും.